എല്ലാവർക്കും നമസ്തേ. ഇത് ഓണക്കാലമാണ്. നമ്മൾ വളരെയേറെ ആമോദത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവം. അത് നാനാജാതി മതസ്ഥരും ഓണം ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് ചില ആൾക്കാർ, ചില ഉസ്താദുമാർ, മൗലവിമാർ ഉൾപ്പെടുന്ന ഇസ്ലാമിക മതനേതാക്കൾ ഓണാഘോഷത്തിനെതിരെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതേക്കുറിച്ച് ഞാനൊരു ഉസ്താദിൻ്റെ ഒരു വീഡിയോ വെച്ച് ഒരു ഓണാഘോഷത്തെക്കുറിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് നിരവധി ക്രിസ്ത്യാനികളുടെ ഈ അച്ഛന്മാരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ളവരുടെ വീഡിയോ കണ്ടു. ഓണം ആഘോഷിക്കരുത് എന്ന് പറഞ്ഞു. നിരവധി എന്ന് ഞാൻ പറയാൻ കാരണം, അതിലും 10 ഇരട്ടിയിലധികം പുരോഹിതർ, അച്ഛന്മാരുൾപ്പെടെയുള്ളവർ ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോകളും ഞാൻ കണ്ടു. അതിനകത്തിൽ അവർ പറയുന്നുണ്ട്, ആ ഒരു സാംസ്കാരികമായ ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ. അത് ആ ആഘോഷങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളത് തെറ്റല്ല എന്ന് പറയുന്ന വീഡിയോകൾ ഞാൻ കണ്ടു. അതിനകത്തിൽ അവർ വാമനമൂർത്തിയെയോ മഹാബലിയെയോ ഒന്നും ആരാധിച്ചുകൊണ്ടല്ലാതെ ഓണം ആഘോഷിക്കാം, മറ്റുള്ള നമ്മുടെ കേരളത്തിലെ ഒരു സാംസ്കാരിക ഉത്സവം എന്ന നിലയ്ക്ക് ഓണം ആഘോഷിക്കാം, പൂക്കളമിടാം, സദ്യ ഉണ്ണാം. അതൊക്കെ ജനങ്ങൾ തമ്മിൽ ഉള്ള ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതാണ് എന്ന് ധ്വനിപ്പിക്കുന്ന വീഡിയോകൾ നിരവധി കണ്ടു. അങ്ങനെയുള്ള വീഡിയോകളാണ് മഹാഭൂരിപക്ഷവും. ഇതിനെ എതിർക്കുന്നവർ വെറും തുച്ഛമായ ആൾക്കാർ മാത്രമാണ് എന്നുള്ളത് ഞാൻ കണ്ടു. ഒരു അച്ഛൻ പള്ളിയിൽ വിശ്വാസികളോട് പറയുന്നത് ഞാൻ കേട്ടത്, നിങ്ങൾ ഓണം ആഘോഷിക്കരുത് എന്ന് കർശനമായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു വീഡിയോ ഇതിനിടയ്ക്ക് കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഓണാഘോഷത്തിൽ എന്താണ് തെറ്റ്? ക്രിസ്ത്യാനികൾ പള്ളികളിലൊക്കെ ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അവരവിടെ മഹാബലിയെയോ അല്ലെങ്കിൽ വാമനനെയോ ആരെയും അവരുടെ മൂർത്തികൾ വെച്ചോ ഒന്നും ആഘോഷിക്കുന്നില്ല. അവർ കേവലം ഹിന്ദുക്കളുടെ ആ വിശ്വാസപരമായിട്ടുള്ള ആ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആഘോഷം മാത്രം, ജനങ്ങൾക്ക് ഇടയിലൊരു ഒത്തൊരുമ, ഒരു ജനങ്ങൾ സന്തോഷം പങ്കിടുന്നത്, അതേപോലുള്ള നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം, അതേപോലുള്ള കാര്യങ്ങൾ ഉണർത്തിയെടുക്കുന്നതിനായിട്ട് നടത്തുന്ന ആഘോഷങ്ങളാണ് ക്രിസ്തീയ സഭകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഓണം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഹൈന്ദവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടല്ല അവർ ഓണം ആഘോഷിക്കുന്നത്. എങ്കിലും അവർ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒത്തൊരുമ വിളിച്ചോതുന്ന തരത്തിൽ അവർ ആഘോഷിക്കുക. അവരുടെ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ആ ഒരു ആഘോഷം നടത്തുന്നു എന്ന് കാണുമ്പോൾ വളരെയേറെ സന്തോഷവും തോന്നുന്നുണ്ട്. സത്യത്തിൽ ഇതിനെ എതിർക്കത്ത് സംസാരിക്കുന്നവരോ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ കേരളീയരെ ഒരുമിപ്പിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ്. ഹിന്ദുക്കളത് മഹാബലിയുടെയും വാമനമൂർത്തിയുടെയും ഒക്കെ കഥകളുമായി ബന്ധിപ്പിച്ച് അത് തന്നെ അവരത് മുന്നോട്ട് പോകുമ്പോൾ, ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലാതെ വാമനമൂർത്തിയോ മഹാബലിയെയോ ഒന്നും ആരാധിക്കാതെ ഓണം നടത്തുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അഥവാ മഹാബലിയെയോ വാമനമൂർത്തിയെയോ ഒന്ന് പ്രതീകാത്മകമായി അവിടെ ചിത്രീകരിച്ചാലും അതിൽ തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ആരാധിക്കുന്നില്ല. അവരെ ഒന്ന് പ്രതീകവൽക്കരിച്ചാലും അത് തെറ്റ് പറയാൻ കഴിയുകയില്ല. കാരണം പള്ളികളിൽ ഈ കൊടിമരം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൊടിമരം എന്ന് പറയുന്നത് തികച്ചും ഹൈന്ദവമായിട്ടുള്ള ഒരു ആചാരം തന്നെയാണ്.
അതെത്രയോ ക്രിസ്തീയ സഭകൾ, എത്രയോ പള്ളികളിൽ കൊടിമരം സ്ഥാപിച്ച് ആ ഹൈന്ദവമായ ആചാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേപോലെ തന്നെയാണ് നിലവിളക്ക്. ക്രിസ്ത്യൻ മതത്തിൽ നിലവിളക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. അത് തികച്ചും നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ആചരിക്കുന്ന വിശ്വസിക്കുന്ന ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരം തന്നെയാണ്. അതിലും ഒരു തെറ്റും ക്രിസ്ത്യാനികളാരും കാണുന്നില്ല. അവർ കൊടിമരം സ്ഥാപിക്കുന്നു, അവരുടെ പെരുന്നാളിന് മുമ്പ് കൊടി ഉയർത്തുന്നു. അതിലും തെറ്റ് കാണാത്തവരാണ് മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും. കല്യാണത്തിന് മിന്നുകെട്ട്, പുടവ കൊടുക്കുന്നത്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് സ്വീകരിച്ച ആചാരമാണ് ക്രിസ്തുമതം? അത് ഹൈന്ദവ ആചാരം തന്നെയാണ് മിന്നുകെട്ട്. അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ അത് നടക്കുന്നില്ല. സഭകളൊന്നും മിന്നുകെട്ടിൻ്റെ കാര്യം പറയുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ വിവാഹത്തിന് മിന്നുകെട്ടുന്നത് ഹൈന്ദവ ആചാരം തന്നെയാണ്. അതിൽ നിന്ന് അവർ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ്. അതിലൂടെ ആ കുടുംബ ബന്ധം ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് അല്ലെ സംസ്കാരത്തിൽ നിന്ന് സ്വീകരിച്ച കാര്യമാണ് മിന്നുകെട്ട്, പുടവ കൊടുത്ത് ഉൾപ്പെടെ. ഇതൊന്നും തെറ്റല്ല എന്ന് പറയുന്ന ഈ പുരോഹിതർ വളരെ 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 ന്യൂനപക്ഷമാണ്. മൈക്രോ എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഓണാഘോഷത്തിനെ എതിർക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ വേദനയാണ് തോന്നുന്നത്. കാരണം തങ്ങളെ വിശ്വസിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവരെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യം എന്നുള്ള ഐക്യബോധത്തിൽ നിന്നും അവരെ അടിച്ചു പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഈ രാജ്യം, ഭാരതം ഈ ഭാരതത്തിൽ ജനിച്ചു വീണ എല്ലാവരുടേതുമാണ്. ആ ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇത്തരം ആഘോഷങ്ങൾ വളരെയേറെ നമ്മൾക്ക് വഴികാട്ടിയായി തന്നെ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് വൈദികനായാലും സന്യാസിയായാലും ആരാണേലും മനസ്സിലാക്കി തങ്ങളുടെ വിശ്വാസികളെ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അവരെ ഇതിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ എത്രയോ ഹിന്ദു ഭവനങ്ങളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ ക്രിസ്തുമസിന് നക്ഷത്രം തൂക്കിയിടാറുണ്ട്. അത് അവർ യേശുവിൽ വിശ്വസിച്ചിട്ടല്ല, തങ്ങളുടെ ഒപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ ആഘോഷം തങ്ങൾ അതിനകത്തിൽ അവർക്കൊപ്പം പങ്കുചേരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നക്ഷത്രങ്ങൾ തൂക്കിയിടുന്നത്. ഒരു ഹിന്ദു സന്യാസിയും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഹിന്ദു പുരോഹിതനും പറഞ്ഞിട്ടില്ല ഈ നക്ഷത്രം തൂക്കിയിടരുത് എന്ന്. അതുപോലെ തന്നെയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ എത്രയോ ക്രിസ്ത്യാനികൾ പങ്കെടുക്കുന്നു. ക്രിസ്ത്യാനികളോടൊപ്പം ഹിന്ദുക്കൾ പങ്കെടുക്കുന്നു. അത് ക്രിസ്തുവിൽ അവർ വിശ്വസിച്ചുകൊണ്ടല്ല ഇതിൽ പങ്കെടുക്കുന്നത്. തങ്ങളുടെ ക്രിസ്തുമത വിശ്വാസികളായ തങ്ങളുടെ സുഹൃത്തുക്കളല്ല, തങ്ങളുടെ അയൽവാസികൾ, തങ്ങളുടെ സമൂഹത്തിൽ ജീവിക്കുന്നവർ അവരുടെ മതാചാരമനുസരിച്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുക. നമ്മളെല്ലാം ഒന്നാണ്, വിശ്വാസം പലതാണെങ്കിലും നമ്മളെല്ലാം ഒന്നാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ ഹിന്ദുക്കൾ പങ്കെടുക്കുന്നതാണ്. ഒരു ഹിന്ദു പുരോഹിതനും അതിന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല, നിങ്ങളിത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഹിന്ദുവിൻ്റെ വിശ്വാസം എന്താണ്? നീ നന്മയിലേക്ക് അല്ലെങ്കിൽ നിർവ്വാണത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം
നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന മാർഗം ഏതാണോ നീ തിരഞ്ഞെടുക്കുന്നത് അത് ശരിയാണ് എന്ന് തന്നെയാണ് ഹിന്ദു ധർമ്മം അല്ലെ ഹിന്ദു മതം പഠിപ്പിച്ചിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പല ആചാര്യന്മാരും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ ആചാര്യന്മാരും പറയുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിരവധി നദികളാണുള്ളത്. ഈ നദികൾ എല്ലാം ചെന്ന് ചേരുന്നത് എവിടെയാണ്? സമുദ്രം എന്ന് പറയുന്ന ഏക ലക്ഷ്യസ്ഥാനത്തേക്ക്. നദികൾക്ക് പല സ്വഭാവമുള്ള നദികളാണ്. പമ്പ നദി, അച്ചൻകോവിൽ, മണിമല, അല്ലെങ്കിൽ ഈ ഭാരതപ്പുഴ, ഇതേപോലെ പല സ്വഭാവത്തിലും പല രൂപത്തിലുമുള്ള നദികൾ എല്ലാം അവസാനം എത്തിച്ചേരുന്നത് എവിടെയാണ്? സമുദ്രത്തിലേക്ക് തന്നെയാണ്. എന്ന് പറയുന്നത് പോലെയാണ്, നീ ഏത് ഒരു വിശ്വാസത്തിൽ കൂടി മുന്നോട്ട് പോയാലും അത് എല്ലാം ചെന്നു ചേരുന്നത് ഏക ലക്ഷ്യത്തിലേക്കാണ് എന്നാണ് ഹിന്ദു ആചാര്യന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ മതത്തിൻ്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ഹിന്ദു സമൂഹത്തെ മതം മാറ്റി മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഇസ്ലാമിക വിഭാഗങ്ങളും ശ്രമിക്കുമ്പോൾ അതിന് തടയിടുക എന്നുള്ളത് ഹിന്ദു നേതാക്കളുടെ ചുമതലയായതുകൊണ്ട് അവർ ഇതിനെതിരെ പ്രവർത്തിക്കുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഈ സംസ്കാരം നിലനിർത്താൻ ആവശ്യം തന്നെയാണ്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുകയും ഹിന്ദുവായിട്ട് ജീവിക്കുകയും മുസ്ലിമായിട്ട് ജീവിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. ഹിന്ദുവിനെ മതം മാറ്റി ക്രിസ്ത്യാനിയും മുസ്ലിമും ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഒരു സംഘർഷവും സ്പർദ്ധയും ഉണ്ടാകുന്നത്. എന്തിനാണ് ഒരു മതം മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് ആ മതവിഭാഗത്തിൽപ്പെട്ടവരെ തങ്ങളുടെ മതം വളർത്താൻ കൊണ്ടുവരുന്നത് എന്നുള്ളത് പുരോഹിതവർഗം ചിന്തിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുകയില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒത്തൊരുമയോടെ നിന്ന് തന്നെ ഈ മൂന്ന് വിഭാഗങ്ങളുടെയും ആഘോഷങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ തന്നെ ആഘോഷിക്കാൻ തയ്യാറാകും. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. നബിദിനത്തിൽ ചന്ദനക്കുടം എന്ന് പറഞ്ഞൊരു ചടങ്ങ് പള്ളികളിലുണ്ടായിരുന്നു. ആ ചടങ്ങുകളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും പങ്കെടുക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഓണമാകട്ടെ, മറ്റ് ഹൈന്ദവാചാരങ്ങളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പങ്കെടുക്കുമായിരുന്നു. ക്രിസ്മസിന് ക്രിസ്ത്യാനികളും മാത്രമല്ല, അവരോടൊപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പങ്കെടുക്കുന്ന കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ആ കാലത്ത് ഈ നാട്ടിൽ നമ്മൾ ഓണത്തിന് പറയും, മാവേലി ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നെന്നും എല്ലാവരും സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നതെന്നും ആപത്താർക്കും ഇല്ലായിരുന്നു. അതായത് ഇതേപോലെ സംഘർഷത്തിൽ കൂടി മനുഷ്യന് ജീവഹാനി സംഭവിക്കുന്ന അല്ലെ സ്വത്ത് നശിക്കുന്ന സാഹചര്യമില്ലായിരുന്നു. അവിടെ കള്ളമില്ലായിരുന്നു, ചതിയില്ലായിരുന്നു, ഒന്നുമില്ലാതിരുന്ന ഒരു നല്ല കാലമായിരുന്നു മാവേലിയുടെ ഭരണകാലം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നതും നമ്മളുടെ പരമ്പരാഗതമായിട്ട് പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തന്നിരുന്നതും. അവിടെ ഒരു ഭേദഭാവവുമില്ലാതെ ജീവിച്ചതുപോലെ നമ്മൾ എത്രയോ വർഷങ്ങൾ നമ്മൾ ജീവിച്ചു. നൂറുകണക്കിന് വർഷങ്ങൾ നമ്മളങ്ങനെ ജീവിച്ചു വന്നതിനിടയ്ക്കാണ് ഇപ്പോൾ സമീപകാലത്തായി ഇതേപോലെ കുത്തിത്തിരിപ്പുകളുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു അന്ത്യം വരുത്താൻ ക്രിസ്തീയ പുരോഹിതരായാലും ഇസ്ലാം പുരോഹിതരായാലും ഹിന്ദു പുരോഹിതരായാലും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഭിന്നിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യം. ഇതാണ് നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആഗ്രഹിക്കുന്നത് നല്ലൊരു ശതമാനം മഹാഭൂരിപക്ഷം വരുന്ന ഈ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്
പക്ഷേ പലരും ഇതേപോലുള്ള പുരോഹിതർ ഇതിനൊക്കെ എതിരായി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണല്ലോ, അതിനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകാവുന്ന ആ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പലരും ഇതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്. പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായാലും മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്, അല്ലെ മാറി നിൽക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും നല്ലതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല, നമ്മുടെ സമൂഹത്തിലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് നല്ലതല്ല എന്നുള്ള ചിന്തയാണ് ഈ സമൂഹത്തിന് വഴികാട്ടികളായി തീരേണ്ട പുരോഹിതവർഗം സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഇതേപോലുള്ള ആഘോഷങ്ങൾ പണ്ട് കാലത്ത് എങ്ങനെയാണോ നമ്മുടെ പൂർവികർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ആചരിക്കേണ്ട ആഘോഷിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകാൻ ഈ ഓണക്കാലത്ത് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ വളർച്ചയ്ക്കായി സഹായിക്കുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ഇത് കൂടുതൽ ആളുകളിൽ എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക.